MC റോഡിൽ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് പോകുന്ന വഴിയിൽ ചങ്ങനാശ്ശേരി കഴിഞ്ഞ് മതമൂല ജംഗ്ഷനിൽ നിന്ന് കുറച്ചു ദൂരം വന്നാൽ ഡ്രൈവർമാർക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. ദാ നോക്കൂ, ആ വണ്ടി ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകാതെ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് നീങ്ങി സഞ്ചരിക്കുന്നത് കാണാം. കാരണം ലെഫ്റ്റ് സൈഡ് റോഡിൻ്റെ അവസ്ഥ പരമദയനീയമാണ്. അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഡ്രൈവർമാർ വണ്ടി വലതുവശത്തേക്ക് തിരിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനവുമായി കൂട്ടിയിടിക്കുക എന്നുള്ളതാണ്. ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പൈപ്പിൻ്റെ ലീക്ക് മാറ്റുന്നതിനാണ് നല്ല രീതിയിൽ പണിത റോഡ് MLAയുടെ നേതൃത്വത്തിൽ പൊളിച്ചടുക്കി ലീക്ക് മാറ്റിയത്. ലീക്ക് മാറുകയും വഴിയുടെ അവസ്ഥ പരമദയനീയമാവുകയും ചെയ്തു. അപകടങ്ങൾ പതിവായപ്പോൾ അത് MLAയുടെ ഓഫീസിൽ അറിയിക്കുകയും നടപടി ഒന്നും എടുക്കുകയും ഉണ്ടായിട്ടില്ല. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും സ്കൂളുണ്ട്. അവരും കുട്ടികളുടെ സുരക്ഷതയ്ക്ക് വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നതായി കണ്ടില്ല. സ്കൂൾ ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ MLAയുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രതികരണം പ്രതീക്ഷിക്കാമായിരുന്നു. അപകടങ്ങൾ പതിവായപ്പോൾ പത്രം ഓഫീസിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും വളരെ നിർജീവമായ ഒരു പ്രതികരണമാണ് ലഭിച്ചത്. എങ്കിലും ഒരു റിപ്പോർട്ടറെ ശല്യപ്പെടുത്തി വാർത്ത ഒരു വിധത്തിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. എന്നിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപകടങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. നഷ്ടമാകുന്നത് നമുക്കല്ലല്ലോ, മറ്റാർക്കോ ആണ്. നമ്മൾ വില കൂടിയ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ ദയനീയ സ്ഥിതി നമ്മളെ ബാധിക്കില്ല. അപകടത്തിൽപ്പെടുന്നവർക്ക് ഇൻഷുറൻസും മറ്റുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുമല്ലോ എന്നുള്ളതാണ് ചിലരുടെ വാദം. നഷ്ടപ്പെട്ടവന് കുറച്ച് പണം കൊടുത്താൽ ആ നഷ്ടം നികരില്ല. കാരണം പണത്തിനും അപ്പുറമാണ് ജീവന്റെ വില. അത് നമ്മൾ കാരണം, നമ്മുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെടാൻ അനുവദിക്കരുത്.